ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ സുന്ദരമൂർത്തി നായനാരുടെ അവസാന രംഗമാണ് നാം കാണുന്നത്. സുന്ദരർ ഭൂമിയിൽ വന്ന് ഏകദേശം 18 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് കൈലാസത്തിലേക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹം തോന്നി. ആ സമയം തിരുവാരൂരിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരമൂർത്തിക്ക് തൻ്റെ ഉറ്റത്തോഴനായ ചേരമാൻ പെരുമാൾ രാജാവിനെ കാണണം എന്നാഗ്രഹം തോന്നി. അങ്ങനെ ചേര രാജ്യത്തിലേക്ക് സുന്ദരമൂർത്തി നായനാർ യാത്ര തുടർന്നു. കൊങ്ങുനാട്ട് എത്തിയതിനു ശേഷം അദ്ദേഹം ചേര സാമ്രാജ്യത്തിലേക്ക് അതിർത്തി എത്തിയപ്പോൾ ആ വിവരം ചേരമാൻ പെരുമാൾ രാജാവ് അറിയുകയും ചേരമാൻ പെരുമാൾ രാജാവ് സുന്ദരമൂർത്തി സ്വാമികളെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. സുന്ദരമൂർത്തി നായനാർ മലനാട് അതിർത്തി കടന്ന വിവരമറിഞ്ഞ ചേരമാൻ ആനന്ദസാഗരത്തിൽ മുഴുകി. അദ്ദേഹം കൊടുങ്ങല്ലൂർ വാസത്തിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി. സേനകളും മന്ത്രിമാരും പിന്തുടർന്നു വന്നുകൊണ്ട് ഗജവീരന്മാരാൽ ഒരുക്കിയ അമ്പാരിയിൽ തിരുവാരൂരപ്പൻ്റെ തോഴനും തന്നെ സ്നേഹം കൊണ്ട് അഭിഷേകം ചെയ്തവനുമായ സുന്ദരമൂർത്തി സ്വാമികളെ സ്വീകരിച്ച് ആനപ്പുറത്തിരുത്തി അലങ്കരിച്ച വീഥികളിൽ കൂടി ജനങ്ങൾക്ക് ദർശനം കൊടുത്ത് രാജധാനിയിൽ വസിപ്പിച്ചു. സുന്ദരർ അവിടെ ഇരുന്നുകൊണ്ട് മലനാട്ടിലെ പല ശിവസ്ഥലങ്ങളിലും പോയി ദർശനം ചെയ്ത് ചേരമാൻ്റെ സാമീപ്യവും ആതിഥ്യവും അനുഭവിച്ചു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ചേരമാൻ സ്നാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സുന്ദരർ എഴുന്നേറ്റ വഴി തിരുവഞ്ചിക്കുളത്തപ്പൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. പ്രദക്ഷിണവും സാഷ്ടാംഗ നമസ്കാരവും ചെയ്ത ശേഷം അതിശക്തമായ ഒരു ആകർഷത്തിനടിമയെ പുളകോദ്ബന്ധത്തോടുകൂടി നേത്രങ്ങളിൽ നിന്നുള്ള ബാഷ്പധാരയോടുകൂടി അഞ്ജലിബദ്ധനായി ഒരു പാട ചൊല്ലുന്നുണ്ട്. തലൈ കുത്തലൈ മാലൈ അണിന്ത ദേവ എന്ന പദ്യം പാടി തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്നും മോചിപ്പിച്ച് പഴയ പോലെ കൈലാസത്തിൽ പാദസേവകന്മാരിൽ ഒരുവനായി വീണ്ടെടുക്കണമെന്ന് കരുണാനിധിയായ കൈലാസപതിയെ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. ശിവപെരുമാൻ്റെ ആജ്ഞയാൽ പാർഷദന്മാർ പെട്ടെന്ന് തിരുവഞ്ചൈക്കുളത്തെത്തി. വെള്ളാനയിന്മേലിരുത്തി സുന്ദരമൂർത്തി നായനാരെ ആകാശമാർഗമായി ഭാരതവർഷം കടന്ന് വെള്ളിമലയിലേക്ക് യാത്ര ആരംഭിച്ചു. സുന്ദരമൂർത്തി നായനാർ തൻ്റെ സുഹൃത്തായ ചേരമാൻ പെരുമാൾ രാജാവിനെയും തൻ്റെ കൂടെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് ഒരു പതികം പാടി. ആ സമയം കൊട്ടാരത്തിലിരുന്ന ചേര രാജാവിന് സുന്ദരരോടുള്ള സ്നേഹം കാരണം സംഭവം മനസ്സിലായി. ഉടനെ പുറത്തു വന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരയുടെ പുറത്ത് കയറി ക്ഷേത്രത്തിലേക്ക് കുതിച്ചു. അപ്പോൾ സുന്ദരരെ ആകാശത്ത് ദർശിച്ച ചേരമാൻ കുതിരയെ ആകാശത്തേക്ക് കുതിക്കാൻ പ്രേരിപ്പിച്ചെങ്കിലും അതിന് പൊന്താൻ കഴിഞ്ഞില്ല. ഇത് കണ്ട സുന്ദരർ കുതിരയുടെ ചെവിയിൽ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാൻ ചേരമാനോട് ആവശ്യപ്പെട്ടു. ഉടനെ രാജാവ് അതിൻ്റെ ചെവിയിൽ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി. മന്ത്രപ്രഭാവം കൊണ്ട് അശ്വം ആകാശത്തേക്ക് പൊങ്ങി. സുന്ദരരെയും വഹിച്ചുകൊണ്ട് നീങ്ങുന്ന ശ്വേതാശ് ഗജത്തെ പ്രദക്ഷിണം ചെയ്ത് ചേരമാൻ്റെ കുതിര അതോടൊപ്പം യാത്ര തുടർന്നു. അങ്ങനെ ചേരമാൻ പെരുമാൾ രാജാവും സുന്ദരരോടൊത്ത് കൈലാസത്തിലേക്ക് യാത്ര തുടർന്നു. രാജാവിനായി പ്രാണത്യാഗം പോലും ചെയ്യാൻ തയ്യാറുള്ള ഭടന്മാർ ഈ സമയം രാജാവ് അപ്രത്യക്ഷനായത് കണ്ട് പ്രാണത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ സുന്ദരരും ചേരമാൻ പെരുമാൾ രാജാവും ഓരോ കവാടങ്ങളും കിടന്ന് ശിവസ്തുതികൾ ആലപിച്ച് രാജാവിനോടൊപ്പം പ്രധാന കവാടത്തിലെത്തി.
ദ്വാരപാലകന്മാർ ചേരമാൻ പെരുമാളിനെ തടഞ്ഞു. അകത്ത് കിടന്ന സുന്ദരർ തള്ളപ്പശുവിനെ കണ്ട കിടാവിനെ പോലെ തൻ്റെ അരികത്ത് ഓടിയെത്തിയപ്പോൾ ഭഗവാൻ മന്ദസ്മിതത്തോടെ ആഹാ നീ എത്തിയല്ലേ എന്ന് ചോദിച്ചു. സുന്ദരർ ഭഗവാനെ വീണ്ടും വീണ്ടും വണങ്ങി അഖണ്ഡാനന്ദം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ എൻ്റെ തെറ്റുകളെല്ലാം പുറത്ത് അങ്ങയുടെ സേവയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ കാരുണ്യത്തെ ഞാൻ എങ്ങനെ വർണ്ണിക്കും. സുന്ദരർ ബ്രഹ്മാനന്ദത്തിൽ ആറാടി. അവിടെ വെച്ച് അദ്ദേഹം ഒരു പാടൽ പാടുന്നുണ്ട്. തിരുകൈലാസൗല എന്ന് പാടുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു തേവാരം ശിവസന്നിധിയിൽ വച്ച് സുന്ദരമൂർത്തി സ്വാമികൾ ആലപിച്ചു. പിന്നീട് സുന്ദരർ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ പാദങ്ങളിൽ ചേരാനായി ചേരമാൻ പെരുമാൾ ഗോപുരത്തിന് വെളിയിൽ കാത്തു നിൽക്കുന്നു. ശിവൻ നന്ദിയോട് ചേരരാജനെ അകത്തേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. അതനുസരിച്ച് നന്ദി രാജാവിനെ ശിവസന്നിധിയിലെത്തിച്ചു. രാജാവ് ശ്രീ പരമേശ്വരനെ സാഷ്ടാംഗത്തിലൂടെയും പഞ്ചാംഗത്തിലൂടെയും പ്രത്യംഗമായും പ്രണമിച്ചു. ശിവൻ മന്ദസ്മിതം തൂക്കിക്കൊണ്ട്, ഹേ രാജൻ, അങ്ങ് എൻ്റെ അനുവാദമില്ലാതെ ഭൂലോകത്തുനിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ആരാഞ്ഞു. ഭക്തിപൂർവ്വം രാജാവ് പറഞ്ഞു, ഭഗവാനെ, ഞാൻ സുന്ദരമൂർത്തി നായനാരുടെ മുന്നിലായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ കൃപാസാഗരത്തിൻ്റെ വേലിയേറ്റത്തിൽപ്പെട്ട് ഒരു തുരുമ്പ് പോലെ ഞാൻ അവിടുത്തെ സന്നിധിയിലെത്തപ്പെട്ടു. പ്രഭു, അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ഗാനം പാടാൻ എന്നെ അനുവദിക്കണേ. ഭഗവാൻ കരുണയോട് അനുവാദം കൊടുത്തു. ഉടനെ പ്രീതനായ ഭഗവാൻ അങ്ങും സുന്ദരനും ഭൂതഗണങ്ങളുടെ 2 തലവന്മാരായി ഇവിടെ വസിക്കുക എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അവരിരുവരും കൈലാസത്തിൽ തൽപരരായി സുഖമായി വസിച്ചു. കൈലാസ യാത്രാവസരത്തിൽ സുന്ദരർ പാടിയ ഏഴിനെ തിരുപ്പതികം വരുണൻ മുഖാന്തരം തിരുവഞ്ചിക്കുളത്തെ ഭക്തരിലൂടെ ലോകത്തിന് ലഭിച്ചു. സുന്ദരർ കൈലാസ യാത്രാവസരത്തിൽ പാടിയൊരു പാട്ടുണ്ട്, ഏഴിസൈ തിരുപ്പതികം. അത് തിരുവഞ്ചിക്കുളത്തുകാർക്ക് വരുണനാണത്രേ എത്തിച്ചത്. ഇന്ന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തിരുവഞ്ചിക്കുളം സന്ദർശിക്കുകയാണെങ്കിൽ, തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം സന്ദർശിക്കുകയാണെങ്കിൽ അവിടെ സുന്ദരമൂർത്തി നായനാരുടെയും അതേപോലെ തന്നെ ചേരമാൻ പെരുമാൾ രാജാവിൻ്റെയും പ്രതിഷ്ഠകൾ കാണാം. നാലമ്പലത്തിനുള്ളിൽ കിടക്കുമ്പോൾ, തിരുവഞ്ചിക്കുളത്തെ ശിവക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ കിടക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് സുന്ദരമൂർത്തി നായനാരുടെയും അതേപോലെ തന്നെ ചേരമാൻ പെരുമാൾ രാജാവിൻ്റെയും പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. അവിടെ വച്ചിട്ടാണ് അവർ നേരെ കൈലാസത്തിലേക്ക് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ആ പ്രതിഷ്ഠകളുടെ അടുത്തുള്ള ചുമരിൽ ഈ പതികം, തേവാര പതികം എഴുതി വച്ചിട്ടുണ്ട്. സുന്ദരരുടെ ഒരു തേവാരം എഴുതി വച്ചിട്ടുണ്ട്. ഏഴിസൈ തിരുപ്പതികം എന്ന ഗാനമാണ് അവിടെ എഴുതി വച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അത് അധികം കാലമായിട്ടില്ല, കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അത് പിന്നെ അധികം പഴക്കം കാണുന്നില്ല. അത് പിന്നീട് ആധുനിക കാലത്ത് ആരോ എഴുതി വച്ച സുന്ദരരുടെ തേവാരമാണത്.